ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് സെറ്റ് സാരി സ്റ്റൈൽ ചെയ്യുന്ന ആളുണ്ടാവില്ല, നോർമൽ സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ അതിൽ വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കിൻ കെയർ തന്നെയാണ്. അപ്പോൾ അതിന് ഫേസൊക്കെ വാഷ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് കോസ്റെക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഇത് വിനീസ് ഒന്ന് വാങ്ങിയ ഒരു ക്യൂക്കുംബർ അലോവേറ ജെല്ലിൻ്റെ മോയ്സ്ചറൈസറാണ്. വളരെ ലൈറ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. എൻ്റെ ഒരു ഫ്രാഗ്രൻസ് അത്ര ഒന്നുമില്ല, ഒരു കുത്തുന്ന സ്മെല്ലൊന്നും ഇല്ലാത്തതാണ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് മാസിൻ്റെ ഈ ഒരു പോർ ക്യൂർ പ്രൈമറാണ്. അപ്പോൾ നമുക്ക് പ്രൈമർ ഉണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ടീ സോണൊക്കെ വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. പിന്നെ പോസൊക്കെ ഒന്ന് അതിൻ്റെ ക്ലോസ് ആയിട്ട് കാണിക്കും കൂടെ ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ടീ സോൺസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് 220 ആണ്. ഒരുവിധം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ പോകുന്നൊരു ഷെയ്ഡാണ് 220. പിന്നെ നല്ലൊരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു ഫൗണ്ടേഷനും കൂടെ ആട്ടോ, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റും കൂടെയാണത്. നെക്സ്റ്റ് കൺസിലറായിട്ട് 2 പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് മാക്കിൻ്റെതും പിന്നെ ഒന്ന് മേബിലിൻ്റെ ഫിറ്റ് മീ എടുത്തിരുന്നത്. രണ്ട് ഷെയ്ഡാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പലയിടത്തും പല ഷെയ്ഡ് ഉണ്ടാവും, പിഗ്മെൻറ്റേഷൻ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഈവൻ ആക്കി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കോൺട്രീം പാലേറ്റാണ്. അതൊരു പൗഡർ ഫോമുള്ള പാലേറ്റാണ്. നമ്മുടെ ഫേസ് ഒന്ന് ഒരു ഡയമെൻഷൻ വരാനും നമുക്കൊരു ഹെവി ചീക്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാനും എന്താ പറയുക, ഒന്ന് നമ്മുടെ ജോ ലൈൻസും നമ്മുടെ ഷാർപ്പായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ചൊരു പിങ്ക് ടോണുള്ളൊരു ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അതിൻ്റെ സ്പൂളി കൊണ്ട് ചെറുതായിട്ടൊന്ന് ചീകി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായിട്ടൊരു ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്തൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പൂളി കൊണ്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വെച്ചു. ഇനി ഒരു ഹാക്ക് പറഞ്ഞുതരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഐബ്രോ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മേലും താഴേക്ക് ഒന്ന് അടങ്ങിയിരിക്കാത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഹാക്കുള്ളത്, ഈ വാസലിൻ കുറച്ച് ബ്രഷിലെടുത്തിട്ട് അതിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണെങ്കിൽ കുറേ നേരത്തേക്ക് സെറ്റായിട്ടിരിക്കും. അതിങ്ങനെ താഴേക്കും മുകളിലേക്കൊന്നും എന്താ പറയുക, ഐബ്രോസിൻ്റെ ഷേപ്പ് ഒന്നും മോശമായി പോകില്ല. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഐ മേക്കപ്പിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ക്രീസിൻ്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ഐ മേക്കപ്പ് നല്ല ഭംഗിയിലും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ബേൺഡ് ഓറഞ്ച് പോലത്തെ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡിങ് ആണ് എപ്പോഴും നമ്മുടെ ഐ മേക്കപ്പ് സൂപ്പറാക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. താഴെയും കണ്ണ് താഴെയും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഐ മേക്കപ്പ് നല്ല ഭംഗി തന്നെ വരുന്നുണ്ട്. കണ്ണ് കുറച്ച് വലുതായിട്ടും കൂടെ തോന്നുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലിറ്റർ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡൻ വിത്ത് പീച്ച് ഒരു ഗ്ലിറ്ററി ഷെയ്ഡാണ്. അത് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. കുറച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനായിട്ട് ഞാൻ ബ്രഷും കൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഫേസ് സ്കാനായിട്ട് ഈ ഒരു കോൾ പെൻസിൽ വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിലൊന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഈസി ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറേ നേരത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇതിന് എഴുതി ഒന്ന് തീർത്തത്. എനിക്ക് കണ്ണിൽ എപ്പോഴും കുത്തിപ്പോകും. അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലും കൂടെ ആവുകയും ചെയ്യും. നെക്സ്റ്റ് ഈ ഒരു കാജലിൻ്റെ ജെൽ പെൻസിൽ വെച്ചിട്ട് ഒരു വിങ് അലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു കാജലാണ്. അപ്പോൾ നല്ല ഭംഗി തന്നെ വിങ് കിട്ടും. പിന്നെ സ്പ്രെഡ് ആവില്ല, പെട്ടെന്ന് ഡ്രൈ ആവുന്നതും കൂടി ഇട്ട് മിനിസോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു കാജൽ ജെൽ പെൻസിലാണ്. നെക്സ്റ്റ് കണ്ണിൻ്റെ ഇന്നർ കോർണറിലായിട്ട് ചെറിയൊരു പോയിൻറ്റഡ് ആയിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതി കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കുറച്ചും കൂടെ വലിപ്പം തോന്നിക്കും, പിന്നെ കുറച്ച് നീളത്തിലുള്ളതായി തോന്നിക്കും. എൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇടുങ്ങിയ ഹൂഡഡ് ഹൈസ് ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള വിങ്സ് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ സൈഡിൽ മാത്രമുള്ളൊരു കോർണറിൽ വിങ് എഴുതിയിട്ട് ബാക്കി ഉള്ളിലേക്ക് ഇങ്ങനെ എഴുതുമ്പോൾ കണ്ണ് കുറച്ചും കൂടെ വലുതായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ചെറിയ കണ്ണുള്ളവർക്കും ഇടുങ്ങിയ കണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഹാക്കാണിത്. നെക്സ്റ്റ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണ് താഴെ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാജൽ എഴുതുന്ന അത്രയും ഒരു ബ്ലാക്ക് വരില്ല, സ്മഡ്ജ് ആവില്ല, പക്ഷെ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമ്മുടെ ഐസിന് കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് വരും കൂടെ ചെയ്യും. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. ഇത് NYBയുടെ മസ്കാരയാണ്. നല്ലൊരു അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് കൂടെ ആയിട്ട് നന്നായിട്ട് വലിയ ലാഷസ് കിട്ടും നമുക്ക് എഴുതി കൊടുക്കുമ്പോൾ. നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ ലിപ് ലൈനർ എടുത്തിട്ട് ലിപ്സിൻ്റെ ഔട്ട്ലൈൻ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെയിം ലിപ് ലൈനർ കൊണ്ട് തന്നെ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലിപ് ലൈനർ അങ്ങനെ ബ്രാൻഡൊന്നുമില്ല, നോർമൽ ഒരു ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും, നല്ല ഭംഗി തന്നെ വരും കേട്ടോ. ഇനി
അതിൻ്റെ മുകളിൽ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ഷൈൻ ആൻഡ് പ്ലം എന്നുള്ള ലിപ് ഗ്ലോസ് ആണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു ടിംഗിൾ സെൻസേഷൻ ഉണ്ടാവും. പിന്നെ ചുണ്ട് ചെറുതായിട്ടൊന്ന് വീർത്തും കൂടെ വരും കേട്ടോ. ഒരു ഗ്ലോസി ലിപ്സ് കിട്ടും നമുക്ക്. ഈ ഓംബ്രി എഫക്റ്റ് എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ വരും കൂടെ ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഒരു പൊട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് സാരി എടുക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തുകൊണ്ട് വീഡിയോ അത് കാണിക്കുന്നില്ല. ഇതൊരു ചെക്ക് ലൈൻ വരുന്ന ഒരു സാരിയാണ്, സ്ക്വയർ പോലത്തെ പഴയ സാരി ആട്ടോ. ഒരു വർഷത്തിന് മോളെ എടുത്തിട്ട്, പക്ഷേ ഒന്ന് അലക്കി തന്നെ ഒരു പുതുമ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ബ്ലൗസ് ഈ ഒരു ബ്ലാക്ക് വെൽവെറ്റ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ജ്വല്ലറി സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ ഗോൾഡൻ ഓർണമെന്റ്സ് മാറ്റി വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ചോക്കറാണ്. ഇത് ആക്ച്വലി ഹെഡ് ബാൻഡ് ആണ്, അത് ഞാൻ ചോക്കറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ യെല്ലോ ഗോൾഡൻ ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന കേട്ടോ. നെക്സ്റ്റ് ഇയറിങ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ജുംകയ്ക്ക് പകരം ഈ ഒരു സ്റ്റഡാണ്. ഇതൊരു മാർബിൾ ക്രിസ്റ്റൽ കൈൻഡ് ഓഫ് ടെക്സ്ചർ വരുന്ന ഒരു സ്റ്റഡാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹെയർ ആണ് ചെയ്യാൻ പോകുന്നത്. ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് ഒരു ലോ ബണ്ണാണ്. വളരെ ഈസിയാണ്, ഷോർട്ട് ആൻഡ് ലോങ് ഹെയറിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മുകളിൽ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പോർഷൻസ് എടുത്തിട്ട് പുറകോട്ട് ചേർത്ത് വെക്കുക, എന്നിട്ട് ഇത് പിൻ ചെയ്യുക. എന്നിട്ട് അത് ഒരു താഴെ ഒരു ബണ്ണായിട്ട് കെട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നെറ്റും കൂടി ഇടുകയാണെങ്കിൽ മുടിയൊന്നും പുറത്തേക്ക് പോകില്ല. ഈവൻ പല ഹെയർ സ്റ്റൈൽ സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ആ ഹെയർ സ്റ്റൈലിൽ നിന്ന് പുറകോട്ട് പോകാണ്ട് സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഒരു മൾട്ടി കളറായിട്ടുള്ള ഫ്ലവേഴ്സാണ് വെച്ചെടുക്കുന്നത്. കാരണം നമ്മുടെ ഔട്ട്ഫിറ്റ് മൊത്തം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളരെ ന്യൂട്രൽ തീം ആയതുകൊണ്ട് കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ആർട്ടിഫിഷ്യൽ പൂവാട്ടോ. ഒറിജിനൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഈ ബന്ദിപ്പൂ പൊട്ടിപ്പൂ ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. അപ്പോൾ നല്ലൊരു ലോ ബണ്ണായി വന്നിട്ടുണ്ട്. ഇവ നല്ല ഫ്ലവേഴ്സ് വെച്ച് കവർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ബാംഗിൾസ് ആയിട്ട് ഈ ഒരു 2 സിംഗിൾ വളയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഗോൾഡൻ വളയാണ്, വളരെ സിമ്പിളാണ്. ആൻഡ് ഈ ഒരു ലുക്കിന് കുറച്ചും കൂടി ഒരു ഭംഗി വരികയും കൂടെ ചെയ്യും. കേരള സാരി മേക്കപ്പ് ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഹെയർ ആൻഡ് മേക്കപ്പ് ആൻഡ് വീഡിയോസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് വെൽവെറ്റ് ആണ്. അതിൻ്റെ മുകളിൽ കുറച്ച് സീക്വൻസ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ. പക്ഷെ ഒരു കാര്യം വെച്ചെങ്കിൽ പൊടി ഇങ്ങനെ ഇടയ്ക്ക് വരും. അപ്പോൾ നമ്മളത് കറക്റ്റ് ഒന്ന് വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ പൊടി ഇങ്ങനെ കുറച്ച് കാണാം. പെട്ടെന്ന് വെൽവെറ്റ് ആയിട്ട് പൊടി പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വേറെ വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.